ഹലോ ഗൈസ്, നമ്മൾ ഇതുണ്ടല്ലോ 7 ദിവസം ഉമ്മ വെള്ളത്തിലിട്ട് വെച്ച കൊമ്പാട്ടോ ഇത്. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലുണ്ടല്ലോ അതിൻ്റെ കൊമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മുങ്ങാൻ മാത്രം വിധം മാത്രം മതി കേട്ടോ. 7 ദിവസം വെള്ളത്തിലിട്ടതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതാ നമ്മൾ ഈ മഴ പെയ്താലൊക്കെ വെള്ളം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മുറുക്കണ്ട, ഒരു ചെറിയൊരു ലൂസിൽ കെട്ടിയാൽ മതി. വെള്ളം കയറിയതൊക്കെ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നല്ല. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയാലോ. അതിനായിട്ട് നമ്മൾ ഏതിലാണോ കുഴിച്ചിടാൻ വേണ്ടി പോണത് അതിൻ്റെ മണ്ണിൽ കുറച്ച് മാന്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഈ ഉള്ളിത്തോട് പിന്നെ മുട്ടത്തോട് അതൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ കുഴിച്ചിട്ട് പോയാൽ പോരെ, നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ കൂടി വേണം. അതിനായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതിൻ്റെ മുകളിലൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. കണ്ടാൽ ഇതുപോലെ ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കറിവേപ്പിലിൻ്റെ കൊമ്പുണ്ടല്ലോ അതങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. ഗൈസ്, അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെതായ സ്ഥലത്താണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അതേമാതിരി നട്ട് വളർത്തിയ കറിവേപ്പിൻ്റെലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ കുഴിച്ചിട്ടാൽ മാത്രം പോരാ, അതിനുള്ള വളങ്ങളും കൂടി ഇട്ടെടുക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.